സദ്യയിലൊക്കെ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു വിഭവമുണ്ട്. എന്താണെന്നറിയോ? പപ്പടം. അപ്പോൾ ഈ പപ്പടം വെച്ചിട്ടാലോ ഇന്നത്തെ വിഭവം. അപ്പോൾ നമ്മളെ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. ഞാനിതാ കുറച്ച് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മൈദപ്പൊടിയെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. ലൂസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ലൂസ് ആവണ്ട, ഒരു പശയ്ക്കുള്ളൊരു മൈദയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കണേ. ഈ മൈദേൻ്റെ പേസ്റ്റിക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. മൈദ പേസ്റ്റൊക്കെ ഇതാ തയ്യാറായ സ്ഥിതിക്ക് നമുക്ക് ഇതിന്നൊരു പപ്പടം എടുക്കാം കേട്ടോ. ഇനി എന്നിട്ട് കുറച്ച് മൈദ ഇതിൽ മിക്ക ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഈ പപ്പടത്തിന് ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം കേട്ടോ. ഇവിടെ ഒരുപാട് കോഴിക്കളുണ്ട് ഗൈസ്, അപ്പോൾ അത് നോക്കണ്ട കേട്ടോ. ഇപ്പോൾ ചുരുട്ടിയില്ലേ, ഇതിനൊരു പാത്രത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ പപ്പടവും ഇതേപോലെ തന്നെ മൈദയൊക്കെ തേച്ചായിട്ട് ചുരുട്ടിയാണ് വെക്കുന്നത്. ചുരുട്ടി വെച്ച് ഈ പപ്പടത്തിൽ നിന്ന് നമുക്ക് ഇതാ കുറച്ച് ഇങ്ങനെ എടുക്കാം കേട്ടോ. എന്നിട്ട് അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പപ്പടത്തിന് ഇതാ മൊത്തമായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീയൊക്കെ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. എണ്ണ ചൂടാക്കി കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പൊട്ടണ ഒച്ച ഇങ്ങനെ കേൾക്കല്ലേ. എന്നിട്ട് നമ്മളെ ഈ ഒരു പപ്പടത്തിന് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പപ്പടം എടുത്തിട്ട് ചിലതൊക്കെ വിരിയുണ്ടല്ലേ, അത് കുഴപ്പമില്ല. അത് ആ പശ ഇല്ലാത്ത ഭാഗമാണ് വിരിഞ്ഞ് വന്നത്. നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ ഉണ്ടല്ലേ മാറിയത്. നമുക്ക് കോരി മാറ്റാം. ചൂടായ എണ്ണയ്ക്ക് അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടാമത്തെ ട്രിപ്പ് ഇതാ കോരി മാറ്റാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടി കായപ്പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ കുറച്ച് മുളക് പൊടി ഉപ്പും കൂടി ഇങ്ങനെ ഇട്ട് വിതറി കൊടുക്കാം കേട്ടോ. ഉപ്പ് ഓൾറെഡി പപ്പടത്തിലുണ്ടാവും, അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇത്തിരി ചില്ലി ഫ്ലേക്സ് കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ടേ. ഇതിനെല്ലാ ഭാഗത്തേക്കൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പം അമ്മ കഴിക്കല്ലേ? എങ്ങനെയുണ്ടെന്ന് സംഭവം കാണാനല്ല അടിപൊളി. സൗണ്ട് നോക്കി. സൗണ്ട് ഒരു നല്ല കിലിക്കില സൗണ്ട് ആയിരുന്നില്ലേ? സൗണ്ട് കഴിച്ചു. എന്താണ് അവസ്ഥ? നല്ല സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇഷ്ടമായോ? ഉണ്ട്. നല്ല സൗണ്ട് കേട്ടോ. പപ്പടം ആരും പറയില്ലേ. ആരെങ്കിലും വിരുന്നേരൊക്കെ വന്നാൽ ഉണ്ടാക്കി കൊടുക്കല്ലേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. അധികം കാര്യങ്ങളൊന്നും വേണ്ടേനും. നല്ല സംഭവം സൂപ്പറായിട്ടുണ്ട്. എരിവ് വേറുണ്ടോ? ഞാൻ മുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മുളകിൻ്റെ പൊടിച്ചതുണ്ടല്ലോ നമ്മളെ വറ്റൽ മുളക്, അതും ഇട്ടിട്ടുണ്ട്. മുളക് എരിവ് വേറെന്ന് വിചാരിച്ചായിരുന്നു. കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. ഇതൊക്കെ ബേക്കറിക്കാർ കണ്ടാൽ വിടൂലട്ടോ. ബേക്കറിക്ക് ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റിയ ഇതിലിങ്ങനെ ഇട്ടാലേ കാണാൻ തന്നെ. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്താ അറിയോ, ചില വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ ഉണ്ടാക്കിയതിന് ശേഷം ഈ മുളക് പൊടിയും ഇതൊന്നും ഇടൂല കേട്ടോ. എന്നിട്ട് അതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം അത് വെച്ചിട്ട് കറി വെക്കണേ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വെച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ടേസ്റ്റ് എന്താ വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നല്ല ചൂടുള്ള കട്ടൻ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതമ്മ ചൂടുള്ള കട്ടൻ ചായ ചായ ഇങ്ങനെ കുടിച്ച് ഇതിങ്ങനെ തിന്നുമ്പോൾ നല്ല രസമുണ്ടല്ലേ. നമ്മളെ മക്കൾസവിടെ കൊതിയോടുകൂടി കാത്തു നിൽക്കുന്നുണ്ട്. മക്കൾസേ വരൂ.
കുറേ ദിവസമായി കിച്ചുവിനൊക്കെ കിട്ടിയിട്ട് വീഡിയോക്ക് കിട്ടുന്നില്ല. കിച്ചുവിനെ കിട്ടണില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് ഇവിടെ. മിത്തു മിത്തു കഴിച്ചോട്ടെ എന്നിട്ട് പറയട്ടെ ഒരു പൊളിയോ. ചായ നല്ല ചൂടുണ്ട്, അതാണ് തട്ടമ്മ തരാത്ത. ചൂടാറ്റിട്ട് തരണ്ട കേട്ടോ. മിത്തു എന്താ പറയത്തെ? കുട്ടികളെ നമുക്ക് കിട്ടലില്ല, അവർക്കൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോവാറാണ്. അപ്പൊ ഇന്ന് സ്കൂളില്ല അല്ലേ? ഇന്ന് എന്താ സ്കൂളില്ലാത്തെ? സ്റ്റഡി ലീവാണ്. എന്നിട്ട് കളിച്ച് നടക്കുന്ന കുട്ടികളെ കണ്ടുപിടി. അങ്ങനെയൊന്നല്ല, അവര് നല്ലോണം പഠിക്കലുണ്ട്. ഇത് എപ്പോഴും പഠിക്കാൻ പറ്റുമോ അല്ലേ? ഇടയ്ക്ക് കളിക്കണ്ടേ? എങ്ങനെയുണ്ട് സംഭവം? അതാ ഞാൻ പറയുമ്പോ അയ്യോ താങ്ക് യു. അപ്പൊ ഈ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതേപോലെ ഉണ്ടാക്കി നോക്കുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. അപ്പോൾ നമ്മളെ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും തൊട്ട് കൊടുക്കണം. എന്നാലാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്നുണ്ടെങ്കിൽ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.